സോ ഹേ ഗൈസ് വെൽക്കം ബാക്ക്. സോ ഇന്നത്തെ വീഡിയോയ്ക്ക് നമ്മൾ മൈൻക്രാഫ്റ്റ് ബെഡ് വാർസ് ജാവ എഡിഷന് കളിച്ച് നോക്കാൻ പോവാണ്. ആൻഡ് ഓൾസോ കളിക്കുന്ന ഇടയിൽ നമ്മളൊരു പ്ലെയറിനെ ആക്സിഡൻ്റലായിട്ട് കണ്ടുമുട്ടുകയും ചെയ്യുന്നുണ്ട്. സോ അതാരാന്ന് പറയാൻ വേണ്ടി വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യാൻ നോക്കുക. ആൻഡ് ഓൾസോ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന സെർവർ ജാർടെക്സ് ആണ്. അത്യാവശ്യം കിടു സെർവറാണ്. ഞാൻ IP ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ ചാനൽ ആദ്യമായി കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്തൊക്കെ ഒന്ന് സെറ്റ് ആക്കുക. പിന്നെ ഞാൻ ജാവ എഡിഷന് ഞാൻ അധികം ഒന്നും ബെഡ് വാർസ് കളിക്കാറില്ലാത്തതാണ്. എങ്കിലും ഞാൻ പറയുകയാണ് അഗൈൻ വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ലിവിൻ. You are watching it's easy boy and also enjoy the video. ഓക്കെ പെട്ടെന്ന് ഊളന്തി വാ ഓക്കെ വൂള് വെച്ചിട്ടുണ്ട്. സെറ്റ് ബെഡൊന്നും ഇപ്പം മൂടാൻ പോകുന്നില്ല. സോ ഇതിൻ്റെ തീരെയൊക്കെ. സോ ഫസ്റ്റ് തന്നെ നമുക്ക് ഓപ്പോസിറ്റ് ടീമിൻ്റെ ബെഡ് എടുക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. പിന്നെ ഞാൻ ഇതൊരു ട്രെയിനിങ്ങിൻ്റെ ഭാഗത്താണ്, അല്ല ഞാൻ വല്ല പ്രോ ആയിട്ട് കളിക്കാൻ പോകുന്നതൊന്നുമല്ല. കാരണം ഒന്നാമത് എനിക്ക് ലാഗ് ആണെന്നുണ്ട്. 30-31 FPS ഉള്ളൂ. അതിൻ്റെ കൂടെ സ്പീഡ് ബ്രിഡ്ജൊക്കെ ചെയ്യാന്ന് വെച്ചാൽ പിങ്ങാണ്, മുടിഞ്ഞ പിങ്. അതുകൊണ്ട് ഞാൻ മിക്കവാറും താരം വിളിച്ചാൽ ചാൻസ് ഉണ്ട്. ഓക്കെ ഇച്ചിരി കൂടെ മതിയായിരുന്നു. അടിപൊളി. നേരെ എടുത്ത് തിരിഞ്ഞ് അടി. ഇത് ഒറ്റ അടിക്കങ്ങ് ഡൈയിടുണ്ട്. ഓക്കെ ബാബാ, ഇനി നമുക്ക് ബെഡും കൂടെ അങ്ങ് മൂടിയിട്ട് പോയി കല്ലേ പണി കിട്ടും. കാരണം അവന്മാർ അത്യാവശ്യം സെറ്റപ്പായിട്ടുണ്ട്. സോ ഇതൊക്കെ അങ്ങ് മൂടിയേക്കാം. സോ അത്യാവശ്യം നമ്മൾ സ്പീഡപ്പായിട്ടാണ്. കാരണം നമ്മൾ ഇത് ബെഡ് വാർസ് കളിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് അത്യാവശ്യം കളി അറിയാം ഇതിൽ ബെഡ് റോക്കിൽ. സോ ബാബാ, ഇനി നമുക്ക് നേരെ അങ്ങ് പോയിട്ട് ഓപ്പോസിറ്റ് ടീമിൻ്റെ ബെഡ് അങ്ങ് എടുക്കാം. ഓക്കെ അവിടെ നിന്ന് റെഡ് വരുന്നുണ്ട് അത്യാവശ്യം സ്പീഡിൽ. സോ മിക്കവാറും റെഡിൻ്റെ അടി കൊണ്ട് ഞാൻ ചാവുമായിരിക്കും. ഓക്കെ ഇവന്മാരൊക്കെ എങ്ങനെയാണ് ഇത്രയും സ്പീഡ് ബ്രിഡ്ജൊക്കെ ചെയ്യുന്നത്? ഡ്രീമൊക്കെ അവരെയൊക്കെ സമ്മതിക്കണം. സോ ഇവനെയൊക്കെ അടിച്ചിടാൻ പറ്റുമെന്ന് വെച്ചാൽ അടിപൊളി കാര്യമാണ്. സോ ഇതാണ് പ്രശ്നം. ഞാൻ ബ്ലോക്ക് ആയിട്ടും അത് അവനെന്നെ അടിച്ചിടാൻ പറ്റി. കാരണം എൻ്റെ പിങ്ങാണ് ഏറ്റവും വലിയ ശല്യം. അല്ലേ വേറെ വിഷയമൊന്നും ഇല്ലായിരുന്നു. സോ ബെഡ് പൊട്ടുമോ? ബെഡും പൊട്ടി ചാടാ. ഇവൻ പ്രോയാണ് അത്യാവശ്യം. അടിപൊളി ചത്തു. ഓക്കെ അങ്ങനെ രണ്ടാമത്തെ കളി വന്നിട്ടുണ്ട്. സോ ഈ തവണ നമ്മൾ എന്തായാലും വിട്ടു കൊടുക്കാൻ പോകുന്നില്ല. എല്ലാവരെയും അടിച്ചങ്ങിടാൻ പോവാണ്. 100% ഭൂരിപക്ഷമായിരിക്കും നമുക്ക്. സോ ഇതൊക്കെ കയറ്റി വെച്ചേക്കാം. അത് തന്നെ ബെഡാണ് നമ്മുടെ മെയിൻ കാര്യം. ഇതൊക്കെ മൂടട്ടെ. കാരണം എൻ്റെ ഒരു തിങ്കിൽ ജാവ കുറച്ച് പാടാണ്. മെയിൻലി ജാവയ്ക്കകത്ത് നമുക്ക് സ്പീഡ് ബ്രിഡ്ജിൻ്റെയും പിന്നെ ഭയങ്കര പിങ്ങിൻ്റെ ഇഷ്യൂ ആയിരിക്കും ബെഡ് റോക്കിനെ കാണും. സോ പിന്നെ ലാഗും അങ്ങനെ കുറേ പരിപാടിയുണ്ട് ജാവയ്ക്കകത്ത്. അതുകൊണ്ട് ഭയങ്കര പാടായിരിക്കും ബെഡ് വാർസ് കളിക്കാൻ, പ്രത്യേകിച്ച് എന്നെ പോലെയുള്ള പേഴ്സിന് കളിക്കാൻ അറിയാത്തത്. സോ ഓക്കെ കണ്ടോ എനിക്ക് പിങ് അല്ലേ വിഷയമില്ല. സോ ഓക്കെ പച്ചയുടെ ബെഡ് നമുക്ക് നേരെ ചെന്നെടുക്കാം. കാരണം ഓക്കെ പച്ച പോയിട്ടുണ്ട്. പെട്ടെന്ന് എല്ലാം കളിതും പെട്ടെന്ന് തീർക്കണം. ഓക്കെ ഇവൻ പൊട്ടറാണ്. പെട്ടെന്ന് മുടിയില്ല. ഓക്കെ ഫസ്റ്റ് ബെഡ് എടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് വാ. കണ്ടോ ഇതാണ് എനിക്ക് വിഷയം. ഒന്നാമത്തെ കാര്യം എനിക്ക് എയിമില്ല. രണ്ടാമത്തെ കാര്യം കുടിഞ്ഞ പിങ്ങാണ്. നൈസ്. സോ അങ്ങനെ ചത്തു. സോ വിഷയമില്ല നമുക്ക് നേരെ ചെന്നെടുക്കാന്നേ ഉള്ളൂ. ബെഡ് കൂട്ടി. പച്ച റിവെഞ്ച് എടുക്കാൻ വന്ന. ഓക്കെ കളി പോയിട്ടു നന്നായി ഞാൻ തെറിച്ചു പോയി. സോ അടുത്ത കളി കാണാം. ഓക്കെ അടുത്ത കളി വന്നിട്ടുണ്ട്. ഇത്രയും നേരം കളിച്ച ഒരു വാമപ്പ് ആയിരുന്നു. അല്ല ഞങ്ങൾക്ക് കളി പറ്റിയൊന്നുമല്ല. സോ ചെറിയൊരു വാമപ്പ് ആയിരുന്നു, വേറെ വിഷയമൊന്നുമില്ല. സോ ഈ കളി നമ്മുടെയാണ്. കാരണം ഈ കളി ഞാൻ പിടിച്ചെടുക്കും, വേറെ ഇതില്ല. നമ്മൾ ഒരു ഒറ്റ മൈൻഡ് നമ്മളങ്ങ് പിടിച്ചെടുക്കാൻ പോവാണ്. സോ മെയിൻലി എനിക്ക് ഏറ്റവും മണിയായിരുന്ന പിങ്ങാണ്. അതാണ് ഏറ്റവും വലിയ വിഷയം. പിന്നെ എനിക്ക് ചെറിയ വിഷയമുണ്ട്. കാരണം എൻ്റെ ഇത് കറക്റ്റ് സെൻസിറ്റിവിറ്റി കറക്റ്റ് അല്ല, അല്ലെങ്കിൽ പറക്കുമായിരുന്നു. സോ നമുക്ക് ആദ്യം അങ്ങോട്ട് പോകണോ വേണ്ട. സോ അവിടെ ചെന്ന് പോകണ്ട. നമുക്ക് നേരെ അങ്ങ് സ്പീഡ് ബ്രിഡ്ജ് കഴുപ്പ് കാണിച്ചങ്ങ് ചെല്ലാം. കയറി ഞാൻ താരം കാണിച്ചാകുമായിരിക്കും. സോ ഓപ്പോസിറ്റ് ടീമിലൊക്കെ ആരും വരുന്നില്ല. കാരണം സാധാരണ ഞാൻ കളിക്കുമ്പോൾ എൻ്റെ മെക്കട്ടേക്കാണ് എല്ലാ ടീമും വരുന്നത്. ഈ തവണ ആരും ഇല്ല. അത് നമുക്ക് നല്ലതാണ്. സോ പോകാം. സോ ആദ്യം തന്നെ നമുക്ക് ഓരോരുത്തരും ബെഡ് എടുക്കണം. ഓക്കെ റെഡിൻ്റെ ബെഡ് എടുക്കാം. റെഡ് അവിടെ തുറന്ന് വെച്ചേക്കും. അടിപൊളി. പെട്ടെന്നാണ് നമ്മൾ ഇനി കളികൾ മാറാൻ പോകുന്നത്. സോ ഓക്കെ ഇനി തിരിച്ചു പോകാം. അങ്ങനെ ഒരു ബെഡും കൂടെ നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. വേണ്ട തേടിയ വള്ളി കാലേ ചുറ്റിയതുപോലെ ആയിട്ടുണ്ട്. അവൻ എൻ്റെ ബേസിലേക്കാണ് പോയത്. അതുകൊണ്ട് അവൻ മുകളിലേക്ക് കയറി. നമ്മുടെ കളി അങ്ങനെയാണ്, നമ്മൾ മുകളിലേക്ക് കയറും. സോ വേറെ ഇതൊന്നും ഇല്ല. ഓക്കെ അതെന്നാ പരിപാടി? ഓക്കെ അങ്ങനെ അവൻ 11 കിട്ടി HP.
അതുപോലെ ആപ്പിൾ ഇന്ന് കാണും. ഇനി എനിക്ക് പിടിക്കാൻ കിട്ടത്തില്ല, കാരണം ഒന്നാമത്തെ കാര്യം എൻ്റെ കുറേ ഇത് പോയി. എനിക്കും പിടിച്ച പിങ്ങുമാണ്, ഞാൻ കുറേ അടിച്ചൊന്നും അവന് കൊള്ളത്തുമില്ല. മൊത്തം പണിയാണ്. ഓക്കെ നീല വരുന്നുണ്ട്, നമുക്ക് വേറെ വിഷയമൊന്നുമില്ല, നമ്മൾ ഒറ്റയടിക്കാൻ കടിച്ചിടും. സോ അതെന്തായിരുന്നു അയ്യോ അവനെങ്ങോട്ട് തന്നെ തെറിച്ച് പോയി, നേരെ നിലത്തേക്ക് പോകാനുള്ളതിന്. കളി തോറ്റു. നേരെ അടുത്ത കളിയിലേക്ക് പോകാം. സോ ഗായ്സ്, എൻ്റെ ഓപ്പോസിറ്റ് FTT ഗെയിമിംഗ് ആണെന്ന് എനിക്ക് തോന്നുന്നത്, അതോ ഫേക്ക് ആണെന്ന് എനിക്കറിയത്തില്ല. ബട്ട് FTT വേൾഡ് വിത്ത് സ്കിന്ന്. സോ അതുകൊണ്ട് ആണോയെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ ലോബിയിൽ നിന്ന് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല, ഞാൻ അപ്പോഴാണ് അത് കണ്ടപ്പോഴാണ് ഓണാക്കി, അപ്പോഴേക്കും കളി സ്റ്റാർട്ടാക്കി. സോ ഐ തിങ്ക് എൻ്റെ കൂടെ ഇപ്പം FTT ഗെയിമിംഗ് ആണ്, അതുകൊണ്ട് ഞാൻ നോക്കട്ടെ. പുള്ളി ഐ തിങ്ക് നീല ടീമായിരിക്കും. സോ അത് ഇനി ഏത് മൂലിക്കാമെന്ന് എനിക്കറിയത്തില്ല. സോ അതിനി ബെഡൊക്കെ ഒന്ന് മൂടട്ടെ. ഓക്കെ, ഇനി നമുക്ക് സൈഡിലേക്ക് പോകാം. നേരെ ഇനി എന്തായാലും പോകുന്നില്ല, കാരണം നേരത്തെ കളിച്ച 3 കളിയും അല്ല 4 കളി, എത്ര കളിയും നമ്മൾ എത്രയും കളിച്ചെന്ന് തന്നെ ഞാൻ മറന്നുപോയി. സോ അത്രയും കളിയും നേരെ പോയിട്ട് മുഞ്ചുമായിരുന്നു, അതുകൊണ്ട് നമുക്ക് സൈഡ് പിടിച്ചു പോകാം. സോ മിക്കവാറും ഇങ്ങനെ സ്പീഡ് ബ്രിഡ്ജ് കാണിച്ച് ഞാൻ ചാവും. സോ എന്തായാലും കുഴപ്പമില്ല, ചാവുകയാണ് ചാകട്ടെ, എത്ര കാലം നമ്മൾ ജീവിച്ചിരിക്കുമല്ലേ. FTT വേൾഡ്. സോ അതാണ്ട് കണ്ടല്ലോ. സോ അതെനിക്ക് അറിയത്തില്ല ഉറപ്പാണോന്ന്. അതെ FTT നീലയാണ് ബേസ്. നമ്മൾ കറക്റ്റ് വന്ന നീലയിലേക്ക് കേട്ടോ, അടിപൊളി. സോ ഇനി അങ്ങോട്ട് പോകണം, അവിടെ ബെഡ് വലിയതായിട്ട് മൂടിയിട്ടൊന്നുമില്ല. സോ നമുക്ക് ഇനി നേരെ അങ്ങോട്ട് പോകാം. മിക്കവാറും എന്നെ കൊല്ലും എന്തായാലും, കാരണം പുള്ളി അത്യാവശ്യം പ്രോ പ്ലെയറാണ്. ആദ്യം അത് ഒറിജിനലാണോ എന്ന് നോക്കട്ടെ, ഒറിജിനലാണോ അല്ലയോ എന്ന് ആർക്കറിയാം. സോ ഓക്കെ, വന്നിട്ടുണ്ട്, നേരെ ചാടാം. ഓക്കെ, ഇതല്ലേ പുള്ളി? അതാണ് എൻ്റെ. ഞാൻ ക്രൗച്ചായിട്ട് എന്നിട്ട് കാര്യമൊന്നുമില്ല, പുള്ളി എന്നെ കൊല്ലും. ചത്തു. അടിപൊളി, FTT ഗെയിമിങ് ചത്തു. വാവു, ഞാനവിടെ കയറി ചെന്നില്ല, പുള്ളി ജയിച്ചായിരുന്നേ. ഞാൻ കയറി ചെന്നത്, ഞാൻ എവിടെ കയറി ചെന്നാലും മുടിയുന്ന രീതിയിലായിപ്പോയല്ലോ. ഞാൻ ചെന്നില്ലെങ്കിൽ പുള്ളിക്ക് ജയിക്കാൻ പറ്റിയത്, ഞാൻ ചെന്നുകൊണ്ടാണ് മൂഞ്ചിയെ. പക്ഷെ വിഷയമില്ല, എന്തായാലും അത് ഏതായിരുന്നാണ് എടുത്ത പച്ചയാണെന്ന് തോന്നേ. എന്തായാലും നമ്മൾ ഇനി പച്ചയുടെ ബെഡ് എടുത്തേക്കും, അത് ഉറപ്പാണ്, പിന്നെ അല്ലാതെ. ഓക്കെ. സോ എൻ്റെ ബെഡ് പൊട്ടിച്ചിട്ടുണ്ട്. ഗ്രീൻ അടിപൊളി, ഗ്രീൻ ഇനി റിവെഞ്ചാണ്. സോ പച്ചയുടെ ബെഡ് എന്തായാലും ഞാൻ പൊട്ടിച്ചേക്കുക. അതിന് മുമ്പ് ആദ്യം ഞാൻ പച്ചയുടെ ബേസ് കണ്ടുപിടിക്കട്ടെ. ഇതിലേതാ ബേസ്? അതാണ് നിൽക്കുന്നത്. ഓക്കെ. സോ പിന്നെ എൻ്റെ മൗസിന് വേറെ കുറച്ച് പ്രശ്നമാണ്, കാരണം എൻ്റെ മൗസിന് CPS കുറവാണ്, അതും വേറൊരു കാര്യമാണ്. CPS കുറവാണ്. ഞാൻ പിന്നെ ബട്ടർഫ്ലൈ ക്ലിക്കിംഗ് ഒന്നും അധികം ചെയ്യത്തില്ല, ചെയ്താലും എനിക്ക് വലിയ CPS കോപ്പൊന്നും കിട്ടാൻ പോകുന്നില്ല. ഓക്കെ, അതും പൊട്ടിച്ചിട്ടുണ്ട്. അവൻ ചാവും ചെയ്തു, അടിപൊളി. എനിക്ക് വന്ന് അവൻ എൻ്റെ ബെഡ് പൊടിച്ച് എനിക്ക് വന്ന് വോളിലേക്ക് എടുത്ത് ചാടിയെന്ന് തോന്നുന്നു. കറക്റ്റ് സമയത്ത് കറക്റ്റ് ഞാൻ കൊല്ലുകയും ചെയ്തു. ഗ്രീന് മൊത്തത്തോടെ അങ്ങ് ഞാൻ കൊല്ലാതെ അവനെ ക്ലിയർ ആക്കിയിട്ടുണ്ട്. സോ ഇനി നമുക്ക് തീർക്കാനുള്ളത് റെഡാണ്. റെഡിനെയും കൂടെ തീർത്ത സെറ്റ് തേണ്ട നിൽക്കുന്ന ആരുമില്ല. ഇനി നമ്മൾ റെഡിനെ തീർത്ത വിക്ടറി. ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും നേരം കളിച്ചതൊരു വാമ്പാണ്. ഇനി അങ്ങനെയല്ല, ഇനി അടിച്ച് തീർന്ന് അറിയാലോ, എല്ലാം സെറ്റാണ്. ഒരു കാര്യം ചെയ്യാം, ഫയർ ബോൾ ഇട്ട് പൊട്ടിച്ചേക്കാം. ഓക്കെ. അടിപൊളി. അതിതായിരുന്നു മറ്റേത് ടെറാക്കോട്ട. അപ്പം ശരി, ബൈ.